നമസ്കാരം. ട്രെൻഡിംഗ് നൗവിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. 77ാം റിപ്പബ്ലിക് ദിനാഘോഷ നിറവിൽ രാജ്യം. യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ മുഖ്യാതിഥികളായി. കർത്തവ്യപഥത്തിൽ കേരളത്തിന്റേതടക്കം 30 ടാബ്ലോകൾ. ഡൽഹിയിൽ അതീവ ജാഗ്രത. സംസ്ഥാനത്തും വിപുലമായ ആഘോഷം. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ദേശീയ പതാക ഉയർത്തി. ജില്ലകളിൽ പതാക ഉയർത്തി മന്ത്രിമാർ. യോഗവുമായുള്ള ഐക്യനീക്കത്തിൽ നിന്ന് പിന്മാറി NSS. ഐക്യം പ്രായോഗികമാവില്ലെന്ന് NSS ഡയറക്ടർ ബോർഡിൽ തീരുമാനം. NSS അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നുവെന്നും എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും സമദൂരമെന്ന നിലപാട് തുടരുമെന്നും നേതൃത്വം. അച്യുതാനന്ദന് പത്മവിഭൂഷൺ ലഭിച്ചതിനെ സ്വാഗതം ചെയ്ത് CPM. കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ മുൻകാലങ്ങളിൽ പത്മ പുരസ്കാരങ്ങൾ നിരസിച്ചത് അവരവരുടെ നിലപാടെന്ന വിശദീകരണം. VSന് ലഭിച്ച അംഗീകാരത്തിൽ കുടുംബവും സന്തോഷം അറിയിച്ചു. പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ടിൽ ക്രമക്കേട് ആരോപിച്ച് CPM ജില്ലാ കമ്മിറ്റി അംഗം V കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനം. ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കാൻ ധാരണ. ഇന്നത്തെ ജില്ലാ കമ്മിറ്റി യോഗത്തിലെ ചർച്ചയ്ക്ക് ശേഷം ഔദ്യോഗിക പ്രഖ്യാപനം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതികളുടെ മൊഴിപ്പകർപ്പ് EDക്ക് കൈമാറാനൊരുങ്ങി SIT. സാക്ഷിമൊഴികളടക്കം കൈമാറും. രേഖകൾ പരിശോധിച്ച ശേഷം ED അന്തിമ തീരുമാനത്തിലെത്തും. സംസ്ഥാനത്ത് വിവിധ സ്ഥലങ്ങളിലുണ്ടായ വാഹനാപകടങ്ങളിൽ 3 മരണം. കൊട്ടാരക്കര ദേശീയപാതയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ചു കത്തി 2 പേർക്ക് ദാരുണാന്ത്യം. കണ്ണൂരിൽ ലോറി മറിഞ്ഞ വഴിയാത്രക്കാരൻ മരിച്ചു. നെയ്യാറ്റിൻകരയിൽ KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ചു. നിരവധി പേർക്ക് ഗുരുതര പരിക്ക്. തൃശൂർ ഒല്ലൂക്കരയിൽ 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. കൊട്ടാരക്കര ദേശീയപാതയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് കത്തി 2 പേർ മരിച്ചു. എഴുകോൺ സ്വദേശി അഭിഷേക്, മൈലം സ്വദേശി സിദ്ധി വിനായകൻ എന്നിവരാണ് മരിച്ചത്. നെടുവത്തൂരിലെ താമരശ്ശേരി ജംഗ്ഷന് സമീപം കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടെയാണ് അപകടം നടന്നത്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ ഷിജു MS നൽകും. ഷിജുലേക്ക് മടങ്ങിയെത്താം. മറ്റൊരു അപകട വാർത്ത കൂടിയുണ്ട്. കണ്ണൂർ മുഴുപ്പിലങ്ങാടാണ് മഠത്തിനടുത്ത് ലോറി മറിഞ്ഞ് വഴിയാത്രക്കാരൻ മരിച്ചിരിക്കുന്നത്. ഇന്ന് പുലർച്ചെയാണ് അപകടം സംഭവിച്ചത്. വഴിയാത്രക്കാരനായ ജെയ്സനാണ് മരിച്ചിരിക്കുന്നത്. സജീവൻ നൽകും വിശദാംശങ്ങൾ. സജീവൻ, അതിദാരുണമായ ഒരു അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്. ലോറി അപകടത്തിൽപ്പെട്ടാണ് വഴിയാത്രക്കാരൻ മരിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഈ സംഭവം നടക്കുന്നത്? കണ്ണൂർ തലശ്ശേരി ദേശീയപാത മുഴപ്പിലങ്ങാട് മഠത്തിന് സമീപമാണ് സംഭവം. ചരക്ക് ലോറി അതിരാവിലെ എത്തിയ ചരക്ക് ലോറിയാണ് വഴിയാത്രക്കാരനെ ഇടിച്ചു തെറിപ്പിച്ച ശേഷം നിയന്ത്രണം വിട്ട് വീട്ടുമതിലിലേക്ക് മറിഞ്ഞത്. മുഴപ്പിലങ്ങാട് മഠത്തിൽ നിന്നും സർവീസ് റോഡിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലത്ത് വെച്ചാണ് പൊടുന്നനെ വഴിയാത്രക്കാരനെ കണ്ട് ഇയാൾ ബ്രേക്കിട്ടപ്പോൾ നിയന്ത്രണം വിടുകയായിരുന്നു എന്നാണ് സംശയിക്കുന്നത്. ഇയാൾ തുടർന്ന് യാത്രക്കാരനെ ഇടിച്ച സർവീസ് റോഡിലേക്ക് പാഞ്ഞു കയറുകയും നടപ്പാതയിലൂടെ കയറിയിറങ്ങി ലോറി സമീപത്തെ വീട്ടുമതിൽ ഇടിക്കുകയുമായിരുന്നു. ഈ തിങ്കളാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. വഴിയാത്രക്കാരനായ മുഴപ്പിലങ്ങാട് ബീച്ച് റോഡിലെ നൈസി കോട്ടേഴ്സിലെ ജെയ്സണാണ് തൽക്ഷണം മരിച്ചത്. ഇയാൾ കണ്ണൂരിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ്. ജോലിക്ക് വേണ്ടി രാവിലെ പോകുന്ന വഴിയിലാണ് ഈ അപകടം. മൃതദേഹം തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി. ഇടിയുടെ ആഘാതത്തിൽ സമീപത്തെ വീടിനും നാശനഷ്ടങ്ങളുണ്ടായി. ഇവരുടെ സമീപത്തെ ഓവിജാലും മറ്റും തകർന്നിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് സർവീസ് റോഡിലെ ഗതാഗതം മണിക്കൂറുകളോളം പൂർണ്ണമായി സ്തംഭിച്ചിരുന്നു. ക്രെയിൻ ഉപയോഗിച്ചാണ് ലോറി മാറ്റിയതിനു ശേഷം ഇന്ന് രാവിലെ 8:30 മണിയോടെയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. അക്ഷയ, അതുപോലെ തന്നെ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട പോലീസിന്റെ ഒരു നടപടി? കേസൊക്കെ എടുത്തിട്ടുണ്ടോ? സംഭവവുമായി ബന്ധപ്പെട്ട് ലോറി ഡ്രൈവർക്കെതിരെ എടക്കാട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇന്ന് സംഭവവുമായി ബന്ധപ്പെട്ട് കാലത്ത് തന്നെ ലോറി ഡ്രൈവറെ പോലീസ് ലോറിയിൽ നിന്ന് മൊഴിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇയാൾ പറഞ്ഞത് അതിരാവിലെ ആയതിനാൽ തന്നെ അവിടെ പ്രകാശം കുറവായിരുന്നു. അപ്പൊ ഇയാൾ സർവീസ് റോഡിൽ നടന്നു വരുന്ന ഇയാളെ കണ്ടില്ല എന്നാണ് പോലീസിന് ഡ്രൈവർ നൽകിയ മൊഴി. ഏതായാലും പോലീസ്
ഈ ലോറി ഡ്രൈവർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. മംഗലാപുരം സ്വദേശിയാണ് ലോറി ഡ്രൈവർ. ശരി, സജീവനാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്ത നമ്മൾ നേരത്തെ സൂചിപ്പിച്ച് കൊട്ടാരക്കര ദേശീയപാതയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ചുകൊണ്ട് കത്തി 2 പേർ മരിച്ച ആ വാർത്തയിലേക്കാണ് പോകുന്നത്. എഴുകോൺ സ്വദേശികളാണ് മരിച്ചിരിക്കുന്നത്. മറ്റൊന്ന് മൈലം സ്വദേശി. ഷിജു നൽകും കൂടുതൽ വിശദാംശങ്ങൾ. ഷിജു, എങ്ങനെയാണ് ഈ അതിദാരുണമായ അപകടം ഉണ്ടായിരിക്കുന്നത്? ബൈക്കുകൾ കൂട്ടിയിടിച്ച് കത്തിയാണ് 2 മരണം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത്രത്തോളം സ്പീഡിലായിരിക്കാം വാഹനം വന്നതെന്ന് മനസ്സിലാക്കുന്നു. കൊട്ടാരക്കരയിൽ കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടെയാണ് സംഭവം നടന്നത്. ഇരു ദിശയിൽ നിന്നും വന്ന 2 ബൈക്കുകളാണ് കൂട്ടിയിടിച്ചത്. അമിത വേഗത്തിലായിരുന്നു വാഹനങ്ങൾ എന്നാണ് പ്രദേശവാസികൾ പറഞ്ഞത്. ഈ മൈലം സ്വദേശി സിദ്ധി വിനായകം, എഴുകോൺ സ്വദേശി അഭിഷേക് എന്നിവരാണ് മരിച്ചത്. വാഹനങ്ങൾ കൂട്ടിയിടിച്ചതിനെ തുടർന്ന് ഇന്ധന ടാങ്ക് പൊട്ടുകയും തുടർന്ന് തീ ആളിപ്പടരുകയുമായിരുന്നു. തുടർന്നായിരുന്നു അഭിഷേകിന്റെ മരണം സംഭവിച്ചത്. ആ സമയം തന്നെ ഏകദേശം 80% തീ ഈ അപകടം സമയത്ത് തന്നെ തീ പടരുകയും തുടർന്ന് ഈ അഭിഷേകിന്റെ ദേഹത്ത് തീ പടർന്നു. തുടർന്ന് ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അഭിഷേകിന് മരണം സംഭവിച്ചു. എന്നാൽ സിദ്ധി വിനായകനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് ആശുപത്രിയിൽ എത്തുന്നതിന് തൊട്ട് മുമ്പാണ് മരണപ്പെട്ടത്. ഈ വാഹനത്തിന്റെ പുറകിലിരുന്ന 2 പേർക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അവരും ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതുപോലെ തന്നെ ഈ പ്രദേശത്ത് അമിത വേഗതയായിരുന്നു. പ്രദേശത്ത് ഇന്ന് 1 മാസം മുമ്പ് വീണ്ടും ഒരു ശക്തമായ ഒരു അപകടം, 2 വീലറുകൾ ഇടിച്ച് അപകടമുണ്ടായിരുന്നു. അന്നും ഒരാൾ മരണപ്പെടുകയുണ്ടായിരുന്നു. ഈ ദേശീയപാതയിൽ അപകടം ഇപ്പോൾ പതിവാകുന്ന ഒരു അവസ്ഥയാണ്. ഒന്നാമത്തെ കാര്യം റോഡിന്റെ അമിത വേഗതയും റോഡിന്റെ നിർമ്മാണത്തിലുള്ള അപാകതയും അപകടത്തിന് കാരണമാകുന്നു. ഇത് രാത്രി 10:30 അമിത വേഗത്തിലെത്തിയ ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ചാണ് ഇത്തരത്തിൽ അപകടമുണ്ടായത്. എഴുകോൺ പോലീസിന്റെ നേതൃത്വത്തിൽ നടപടികൾ നടത്തി. ഇപ്പോൾ ഇരുവരുടെ മൃതദേഹങ്ങൾ വീടുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശരി, ഈ മരിച്ച കുട്ടികളുടെ കുടുംബം ഇതുമായി ബന്ധപ്പെട്ട് പരാതിയൊക്കെ നൽകിയിട്ടുണ്ടോ? വാഹനങ്ങൾ കൂട്ടിയിടിച്ചാണെങ്കിലും പോലീസിന്റെ നേതൃത്വത്തിൽ നടപടികൾ ആരംഭിച്ച് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. വാഹനങ്ങൾ അമിത വേഗത്തിൽ ആയിരുന്നു എന്നതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അത് അപകടങ്ങളുടെ ആക്കം കൂടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കൊട്ടാരക്കര എഴുകോൺ പോലീസുകളുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ശരി, ഷിജു ആണ് വിശദാംശങ്ങൾ നൽകിയത്. ഇങ്ങനെ തുടരെ കുറേയധികം അപകട വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പെരുകുന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലാണ് KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരം ഭാഗത്തു നിന്നും നാഗർകോവിലിലേക്ക് വരികയായിരുന്ന ഫാസ്റ്റ് പാസഞ്ചറും നെയ്യാറ്റിൻകരയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുകയായിരുന്ന ഫാസ്റ്റ് പാസഞ്ചറും തമ്മിലാണ് കൂട്ടിയിടിച്ച് അപകടമുണ്ടായിരിക്കുന്നത്. നിരവധി പേർക്കാണ് പരിക്കേറ്റിരുന്നത്. ഗുരുതര പരിക്ക് ഏറ്റിട്ടുണ്ട് ഇവർക്കെല്ലാം എന്നാണ് മനസ്സിലാകുന്നത്. അരുൺ മോഹൻ നൽകും കൂടുതൽ വിശദാംശങ്ങൾ. അരുൺ, എപ്പോഴാണ് അപകടമുണ്ടാകുന്നത്? ഈ പരിക്കേറ്റവരുടെ ആരോഗ്യസ്ഥിതി ഇപ്പൊ എങ്ങനെയുണ്ട്? പക്ഷേ ഇന്ന് രാവിലെ 5 മണിയോടുകൂടിയായിരുന്നു ഒരു അപകടം ഉണ്ടാകുന്നത്. നെയ്യാറ്റിൻകരയ്ക്ക് സമീപത്ത് ആറാലുമൂട് കളശത്തേക്ക് സമീപത്തായിരുന്നു സംഭവം. തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് നാഗർകോവിലേക്കും ഒപ്പം നെയ്യാറ്റിൻകര ഭാഗത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കും പോകുന്ന ബസ്സുകൾ തമ്മിലാണ് കൂട്ടിയിടിച്ചത്. ഏകദേശം 50-ലധികം പേർക്ക് പരിക്കേറ്റു. 2 ഡ്രൈവർമാർക്കും ഗുരുതരമായ പരിക്കേറ്റ കാലിന്. ഇവരിപ്പോൾ ചികിത്സയിലാണ്. എല്ലാവരും ഏറെക്കുറെ ചികിത്സ നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പരിക്കേറ്റവരെ നെയ്യാറ്റിൻകര ജില്ലാ ആശുപത്രിയിലും മിംസ് മെഡിക്കലിനൊപ്പം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ പ്രവേശിപ്പിച്ച ഒരു പശ്ചാത്തലമായിരുന്നു ഇന്ന് രാവിലെ ഉണ്ടായിരുന്നത്. ഈ നെയ്യാറ്റിൻകര ഭാഗത്ത് നിന്ന് വന്ന വാഹനം അത് വിഴിഞ്ഞം ഡിപ്പോയിലെയും ഒപ്പം എതിർഭാഗത്ത് നിന്ന് വന്നത് പാത്രംകോട് ഡിപ്പോയിലും ബസ്സുകളായിരുന്നു. കാരണം അമിത വേഗതയായിരിക്കാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. എന്തായാലും ഇപ്പോൾ ആരുടെയും നില ഗുരുതരമല്ല എന്നുള്ളത് മാത്രമേ നമുക്ക് സംഭവിക്കാം. അക്ഷയ, ഈ KSRTC ബസ്സുകളാണല്ലോ കൂട്ടിയിടിച്ചിരിക്കുന്നത്. അപ്പോൾ KSRTCയുടെ ഭാഗത്തുനിന്ന് എന്താണ് പ്രതികരണമുള്ളത്? കാരണം എപ്പോഴും അവരുടെ യാത്രാ സുരക്ഷയുമായി ബന്ധപ്പെട്ട് എപ്പോഴും മന്ത്രി വന്നിട്ട് തന്നെ ഇക്കാര്യങ്ങൾ ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്.
തീർച്ചയായും അത് വകുപ്പ് തല ഒരു അന്വേഷണം ഉണ്ടാകും. എന്താണ് അതിന് സംഭവിച്ചെന്നുള്ളത് ഒരു വകുപ്പ് തല അന്വേഷണം ഉണ്ടാകും. അത് വരും മണിക്കൂറിൽ നമുക്ക് അത് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ നിലവിലിപ്പോൾ അപകടത്തിൽ പരിക്കേറ്റവർക്ക് വേണ്ടിയുള്ള അടിയന്തര സഹായങ്ങളും വൈദ്യസഹായങ്ങളും ഒക്കെ നൽകാനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ ചിലർക്ക് ഗുരുതരമായ പരിക്ക് ഇപ്പോൾ ഉള്ളവരെ ചികിത്സ തുടരുന്നു. അതേസമയം ചിലർ ഇപ്പോൾ വീടുകളിലേക്ക് പോയ ഒരു പശ്ചാത്തലവും ഉണ്ട്. എന്തായാലും ഇന്ന് രാവിലെ ആയിരുന്നു ഇത്തരത്തിലൊരു സംഭവം. നെയ്യാറ്റിൻകരയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയായിരുന്നു ഈ അപകടത്തിൽപ്പെട്ട വാഹനങ്ങളുടെ ക്യാബിനിൽ നിന്ന് ഡ്രൈവർമാരെ പുറത്തെടുത്തത്. അക്ഷയ, മാറ്റിയിട്ടുണ്ടോ? വ്യക്തമല്ല. ഹലോ അരുൺ, കേൾക്കാമോ? കേൾക്കാം. ഈ ബസ്സുകളൊക്കെ അവിടെ നിന്ന് KSRTC എടുത്ത് മാറ്റിയോ? ബസ്സുകൾ അല്പനേരത്തിന് മുമ്പ് ഡിപ്പോയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഡിപ്പോ അധികൃതർ ഉൾപ്പെടെ എഞ്ചിനീയർ ടീം ഉൾപ്പെടെ എന്ന് പരിശോധിച്ച ശേഷമാണ് ഇതിനുള്ള നടപടിയിലേക്കൊക്കെ പോയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം വകുപ്പ് തല ഒരു അന്വേഷണം ഉണ്ടാകും. എന്താണ് അപകട കാരണം? ഇത് നമുക്കറിയാം, ഇത് ഇന്റർസ്റ്റേറ്റ് ബസ്സായിരുന്നു വന്നത്. നല്ലൊരു ശതമാനം തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരും ഒപ്പം രാവിലെ ജോലി നേടി പോകുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ സഞ്ചരിച്ച വാഹനമാണ്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഈ ബസ്സുകൾ ഉണ്ടായിരുന്നു. അവർക്കൊക്കെയാണ് ഇതിൽ പരിക്കേറ്റത്. ശരി, അരുൺ മോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്. തൃശ്ശൂരിലും ഇതുപോലെ ഒരു അപകടം ഉണ്ടായിട്ടുണ്ട്. തൃശ്ശൂർ മണ്ണൂത്തിയാണ് ഒല്ലൂക്കരയിൽ 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായിരിക്കുന്നത്. KSRTC ബസ്സും പെട്ടി ഓട്ടോറിക്ഷയും കാറും കൂട്ടിയിടിച്ചാണ് അപകടം. പരിക്കേറ്റ കാർ യാത്രകനെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. വിവരങ്ങൾ മണികണ്ഠൻ നൽകും. മണികണ്ഠൻ, ഈ KSRTC പലപ്പോഴും വലിയൊരു വില്ലനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒന്ന് KSRTC ആണ്. പരിക്കേറ്റയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് അപകടം ഉണ്ടായിരിക്കുന്നത്? പരിക്കേറ്റയാളുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? അക്ഷയ, തൃശൂർ മണ്ണുത്തി ഒല്ലൂക്കരയിലാണ് KSRTC ബസ്സും കാറും പെട്ടി ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടം നടന്നത്. ഇന്ന് രാവിലെ 8:30യോടെയാണ് സംഭവം നടന്നത്. ഈ KSRTC ബസ്സിന്റെ പിൻവശത്തെ ടയർ സെറ്റ് പൂർണ്ണമായും ഈ അപകടത്തിൽ ഊരിത്തെറിക്കുകയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ സെറ്റ് ഊരിച്ചേർത്ത് ബസ് നിയന്ത്രണം വിട്ട് ഇടിക്കുകയും മറ്റു വാഹനങ്ങൾക്ക് നിയന്ത്രണം വിട്ട് മറ്റു വാഹനങ്ങളും ഈ കൂട്ടിയിടിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ കാർ യാത്രക്കാരനെ പരിക്കേറ്റിട്ടുള്ളത്. ഇദ്ദേഹത്തെ ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ സമയത്ത് ദേശീയപാതയിൽ തിരക്കേറിയ സമയമായിരുന്നത് കൊണ്ട് നല്ല വാഹന ഗതാഗത കുരുക്കാണ് ഉണ്ടായത്. ഈ ടയർ ഊരിപ്പോയത് കൊണ്ടാണ് ബസ് അപകടത്തിൽപ്പെട്ടത് എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയ പ്രാഥമിക നിഗമനം. ബസ് ടയർ ഊരിപ്പോയതുകൊണ്ട് ബസ് റോഡ് കിടക്കുന്നത് കൊണ്ടും മറ്റുള്ള വാഹനങ്ങൾ നിയന്ത്രണം വിട്ടത് കൊണ്ടാണ് മറ്റുള്ള വാഹനങ്ങൾ അപകടം ഉണ്ടാവാൻ കാരണം. അതുകൊണ്ട് തന്നെ ഈ ദേശീയപാതയിൽ കൂടുതൽ ഗതാഗത കുരുക്ക് മണിക്കൂറുകളോളം ഉണ്ടായിരുന്നു. തുടർന്ന് മണ്ണുത്തി പോലീസ് എത്തി കൂടുതൽ ഗതാഗതം പുനഃസ്ഥാപിക്കുകയാണ് ഉണ്ടായത്. അക്ഷയ, ശരി, മണികണ്ഠനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ നമുക്കോടൊപ്പം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ റോഡ് സുരക്ഷാ വിദഗ്ധൻ ശ്രീ ഉപേന്ദ്രൻ നാരായണൻ ചേരുന്നുണ്ട്. സാർ, നമസ്കാരം. നമസ്കാരം. നമുക്ക് ഇന്ന് 3-4 വാർത്തകളാണ്, അതിൽ 3 മരണവും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആദ്യത്തേതെന്ന് പറഞ്ഞാൽ കൊട്ടാരക്കരയിലാണ് ദേശീയപാതയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് കത്തി 2 പേർ മരിച്ചിരിക്കുന്നത്. ഈ ബൈക്കുകൾ കൂട്ടിയിടിക്കുക സ്വാഭാവികമായ അപകടങ്ങളിൽ നമ്മൾ എപ്പോഴും കാണുന്നതാണ്. പക്ഷേ ഇത് കത്തുക എന്ന് പറയുന്നത് അത്യന്തം ഗുരുതരമായ ഒരു കണ്ടെത്തൽ തന്നെയാണ്. കാരണം അത്രത്തോളം ഫോഴ്സ് ആയിട്ടുള്ള ഒരു ആഘാതമായിരിക്കും, ഇടിയായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാകുക. മറ്റൊന്ന്, ഈ വാഹനത്തിൻ്റെ ഒരു സ്റ്റെബിൾ, അതിൻ്റെ ഒരു കപ്പാസിറ്റി, അതൊക്കെ തന്നെയല്ലേ ഇതിലൂടെ ചോദ്യം ചെയ്യേണ്ടത്? അതെ, കാര്യം ബൈക്കുകൾ കൂട്ടിയിടിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ 2 തരം ബൈക്കുകളാണ് നമ്മുടെ നാട്ടിൽ ഉള്ളത്. ഒന്ന് പെട്രോൾ ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നതും മറ്റൊന്ന് ഇലക്ട്രിക് ബൈക്കുകളും. ഈ ഇലക്ട്രിക് ബൈക്കുകൾ കൂട്ടിയിടിക്കുകയോ അല്ലെങ്കിൽ ഇലക്ട്രിക്കും പെട്രോളുമായിട്ട് കൂട്ടിയിടിച്ചാൽ തന്നെയും ഒരു വലിയ തീഗോളം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. കാര്യം ഈ ബാറ്ററി, അതായത് ഇലക്ട്രിക് വെഹിക്കിൾസിന് ബാറ്ററി പിടിപ്പിച്ചിട്ടുണ്ട്. അതുമേൽ ഇമ്പാക്ട്, അത് വേറൊരു ബൈക്ക് വന്ന് ഇടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ബാറ്ററി പൊട്ടിത്തെറിക്കുകയും യാത്രക്കാര്, ബൈക്ക് ഓടിക്കുന്നവർ മരിക്കുകയും ചെയ്യും. കൂടാതെ പെട്രോൾ നിറച്ച ടാങ്കുള്ള വാഹനങ്ങളാണ് അനദർ ടൈപ്പ് ഓഫ് ബൈക്സ്. അതും ഹെഡ് ഓൺ കൊളീഷൻ ഇടിക്കുമ്പോഴേ ഫ്യൂവൽ ടാങ്ക് പൊട്ടിത്തെറിക്കും. അപ്പോൾ വെന്തു മരിക്കും ആൾക്കാർ. കാര്യം ഡീസൽ മാതിരിയല്ല, പെട്രോൾ ഇൻസ്റ്റന്റ് ആയിട്ട് പെട്ടെന്ന് തീപിടിക്കുകയും ആളിക്കത്തുകയും ചെയ്യും.
യാത്രക്കാരന് ഓടി രക്ഷപ്പെടാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് ഈ ബൈക്കുകളിലെ ഇന്ധന ടാങ്കുകൾ, അത് സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചതെങ്കിൽ തന്നെയും അത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിന്റെ ഇമ്പാക്ട് ഫോഴ്സ്, അത് ഓപ്പോസിറ്റ് ട്രാഫിക് എന്ന് വരുന്ന വാഹനങ്ങളുടെ ഇമ്പാക്ട് ഫോഴ്സ് എന്ന് പറയുന്നത് വളരെ ഹ്യൂജ് ആണ്. അപ്പൊ നമ്മൾ ആവശ്യപ്പെടുന്നത് ദയവ് ചെയ്ത് നിങ്ങൾ ബൈക്ക് ഓടിക്കുന്നവർ ഇടതുവശം ചേർന്ന് പോവുക, റോഡിന്റെ മധ്യത്തിലൂടെ പോയി എതിർ ദിശയിൽ നിന്ന് വരുന്ന വാഹനമായിട്ട് കൂട്ടി ഇടിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇപ്പൊ ഇത് പെട്രോൾ ബൈക്സ് ആണെങ്കിൽ തന്നെയും ഇനി ശ്രദ്ധിക്കേണ്ട ഇലക്ട്രിക് ബൈക്കുകളാണ്. ഇപ്പൊ ഒരുപാട് വാഹനങ്ങൾ ഇപ്പൊ റോഡിൽ ഇറങ്ങുന്ന പുതിയ എല്ലാ വാഹനങ്ങളും ഇലക്ട്രിക് ബൈക്കുകളും സ്കൂട്ടറുകളുമാണ്. അത് ഓടിക്കുമ്പോഴേ ഞാൻ എന്നുമെന്നും അപേക്ഷിക്കുന്നത് നിങ്ങൾ ഇടതുവശം ചേർന്ന് പോവുക, പരമാവധി ചേർന്ന് പോവുക. കാര്യം നിങ്ങളുടെ വേഗത 60 കിലോമീറ്ററിന് താഴെയാണ്. ഒരു കാരണവശാലും റോഡിന്റെ നടുവിലൂടെ ഓടരുത്. പ്രത്യേകിച്ചും കൊട്ടാരക്കര ആ ഭാഗം എല്ലാം MC റോഡാണ്. കേശവദാസപുരം മുതൽ അങ്കമാലി വരെ. തീർച്ചയായും ഇതിന്റെ കൂടെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ വാഹനങ്ങളുടെ ലൈറ്റ് അത് പ്രധാനപ്പെട്ടതല്ലേ? കാരണം ഈ ബൈക്കുകളുടെയൊക്കെ ഒരു ലൈറ്റ് നമുക്ക് കണ്ണുപോലും ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാർക്ക് കാണാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്കാണ് പോകുന്നത്. പക്ഷേ ഇതിനൊന്നും ഒരു നിയന്ത്രണം വരുന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുത. വളരെ ശരിയാണ്. കാര്യം ഈ വാഹന നിർമ്മാതാക്കളോ അല്ലെങ്കിൽ ഇന്ത്യൻ റോഡ്സ് കോൺഗ്രസോ മോട്ടോർ വാഹന വകുപ്പിന്റെ കേന്ദ്ര ഏജൻസിയായ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസോ ഇത്തരം ബുദ്ധിമുട്ടുകൾ അവർ പഠിക്കുന്നില്ല. ഏത് വാഹനത്തിന്റെയും ഹെഡ്ലൈറ്റുകൾ പകലായാലും നമ്മളെ ബ്ലൈൻഡ് ചെയ്യുന്നതാണ്. അത് റോഡ് അപകടങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. കാര്യം ഇത്രയും വലിയ ഡേ ലൈറ്റുകൾ വേണ്ട നമ്മുടെ നാട്ടിലേക്ക്. കാരണം ഈ ലൈറ്റുകൾ രാത്രിയിലൊക്കെ തന്നെ ആരും ഡിം ചെയ്യില്ല. അതാണ് നമ്മുടെ ഡ്രൈവിംഗ് പരിശീലനത്തിന്റെ ഒരു അപാകതയാണ്. ഹെഡ്ലൈറ്റ് ബ്രൈറ്റായി പോകേണ്ട എവിടെയെന്ന് വെച്ചാൽ എതിരെ വാഹനങ്ങൾ ഇല്ലാത്ത സ്ഥലത്ത് നമുക്ക് റോഡ് ദീർഘദൂരം കാണാൻ പറ്റുന്നിടത്താണ് നമ്മളത് ബ്രൈറ്റിൽ പോകേണ്ടത്. ഇപ്പൊ അതിന്റെ കപ്പാസിറ്റി, ബൾബിന്റെ കപ്പാസിറ്റി ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, 55-65 വാട്ട്സ് അല്ലാണ്ട് അതിനപ്പുറത്തേക്ക് പോകരുത്. പക്ഷെ ആൾക്കാരെല്ലാം മേടിച്ച് പിടിപ്പിക്കുന്നത് 200 വാട്ട്സിന്റെ ബൾബുകൾ സുലഭമായിട്ട് 6000 രൂപ കൊടുത്ത കടയിൽ കിട്ടും. അത് തടയണം, സർക്കാർ തടയണം, MPD ചെക്ക് ചെയ്യണം, അത്തരം കടക്കാരെ ബാൻ ചെയ്യണം. കൂടാതെ ഇങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വണ്ടി സീസ് ചെയ്യണം. അങ്ങനെ നമുക്ക് തടയാൻ പറ്റുള്ളൂ. ഇത് അങ്ങനെയുള്ള എൻഫോഴ്സ്മെന്റ് സ്ട്രാറ്റജീസിൽ ഇത് പെടുത്തേണ്ടതാണ്. റോഡ് അപകടങ്ങൾ തടഞ്ഞേ പറ്റൂ. അത് പോലീസും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും ഉണർന്ന് പ്രവർത്തിക്കണം എന്നാണ് എനിക്ക് അപേക്ഷിക്കാൻ ഉള്ളത്. ഈ സമാനമായിട്ട് തന്നെ കണ്ണൂരും ഒരു മരണം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് കണ്ണൂർ മുഴുപ്പിലങ്ങാടാണ് ലോറി മറിഞ്ഞ് വഴിയാത്രക്കാരൻ മരിച്ചിരിക്കുന്നത്. അത് എത്രത്തോളം ദാരുണമായ ഒരു സംഭവമാണെന്ന് നോക്കി നോക്കുക. ഒരു ബന്ധവുമില്ലാതെ റോഡിൽ കൂടെ പോയ ഒരാൾക്കാണ് അപകടം സംഭവിച്ച് മരണത്തിന് കീഴടങ്ങേണ്ടി വന്നത്. ഈ പറഞ്ഞതുപോലെ അപകടങ്ങൾ പെരുകുമ്പോഴും ഈ റോഡിന്റെ ഇരുവശത്തുമുള്ള കൈവരികൾ, നടപ്പാതകൾ, അതൊക്കെ കൃത്യമായ ഡിസ്റ്റൻസോട് തന്നെ ചെയ്യണ്ടേ? കാരണം എത്രത്തോളം നമ്മുടെ ദേശീയപാതയായിക്കോട്ടെ അല്ലെങ്കിൽ നാഷണൽ പാതയായിക്കോട്ടെ, ഇതൊക്കെ ഒരു കൃത്യമായ സ്പേസ് അല്ലെങ്കിൽ റോഡിനോട് തൊട്ടറിഞ്ഞ് ചേർന്ന് തന്നെ നടപ്പാത വേണമെന്നുണ്ടോ? കുറച്ചും കൂടെ ഡിസ്റ്റൻസ് അതിൽ കൊടുത്തൂടെ? എന്നിട്ടൊരു ഗ്യാപ്പ് ഇട്ട് അതിനുശേഷം നടപ്പാത ക്രമീകരിക്കുന്ന ഒരു രീതിയിലേക്കൊക്കെ മാറി ചിന്തിക്കേണ്ടേ? താങ്കൾ പറഞ്ഞ വളരെ ശരിയാണ്. അതായത് സൈഡ് വാക്ക് എന്നാണ് അമേരിക്കയിലൊക്കെ പറയുന്നത്. കാര്യം റോഡിനോട് ചേർന്നല്ല വാക്ക് വേസ് അല്ലെങ്കിൽ പെഡസ്ട്രിയൻ ഫെസിലിറ്റീസ് വേണ്ടത്. അത് ഇപ്പൊ നമുക്കുള്ളത് കാരിയേജ് വേ കഴിഞ്ഞാൽ പിന്നെ ഷോൾഡറാണ്. ആ ഷോൾഡർ തന്നെ ഹാർഡ് ഷോൾഡർ ഉണ്ട്. അത് ബിറ്റുമിൻ, അതായത് ടാർ ഒഴിച്ചിട്ടുള്ള ഷോൾഡറിലൂടെയാണ് കാൽനടക്കാർ നടക്കുന്നത്. പലപ്പോഴും അത് അപകടത്തിൽപ്പെടുന്നുണ്ട്. അതിന് പകരം താങ്കൾ പറഞ്ഞ ഒരു ഐഡിയ ലോകത്തെമ്പാടും ഉണ്ട്. മെയിൻ റോഡിനോട് ചേർന്നല്ല നടപ്പാത, അത് കുറച്ചും കൂടി മാറിയിട്ട് അതിന് സൈഡ് വാക്ക് എന്നാണ് പറയുന്നത്. അതിനിടയ്ക്ക് ചെടികൾ വെച്ച് പിടിപ്പിക്കും, മരങ്ങളുണ്ടാവും. അപ്പോൾ ഒരു വാഹനം ബ്രേക്ക് പൊട്ടിപ്പോയാൽ തന്നെയും കാൽനടക്കാരനെ നേരിട്ടിടിക്കില്ല. ഇപ്പൊ ഈ സംഭവം അവോയ്ഡ് ചെയ്യാമായിരുന്നു നമ്മുടെ സൈഡ് വാക്ക് സിസ്റ്റം നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ. അത് സത്യത്തിൽ ദേശീയപാത അതോറിറ്റി അത് മനസ്സിലാക്കുകയും നമ്മുടെ ദേശീയപാതകളിലെല്ലാം തന്നെ പെഡസ്ട്രിയൻ ഫെസിലിറ്റീസ് ഈ കാരിയേജ് വേയിൽ നിന്ന് മാറി വേണം. അതായത് ഹാർഡ് ഷോൾഡറിലാകരുത്, മറിച്ച് സൈഡ് വാക്ക് എന്ന് പറയുന്ന അവിടുന്ന് ഒരു 2 മീറ്ററെങ്കിലും മാറിയിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള വാക്ക് വേസ് ഉണ്ടാകണം. അതുപോലെ തന്നെയാണ് മറ്റൊരു അപകടം നെയ്യാറ്റിൻകരയിൽ KSRTC ബസ്. നമ്മൾ KSRTC ബസ്സിന്റെ എപ്പോഴും മന്ത്രി വന്ന് KSRTCനെ കുറിച്ച് 100 നാക്ക് പറയുന്ന മന്ത്രിയാണ്. പക്ഷെ ഇതൊക്കെ കാണുന്നുണ്ടോ എന്തോ? കാരണം ഇപ്പോൾ 2 KSRTCകളാണ് തമ്മിൽ കൂട്ടിയിടിച്ച് വലിയൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. മരണമൊന്നും സംഭവിച്ചില്ലെങ്കിലും അത്രത്തോളം പരിക്കുകൾ ആ വാഹനത്തിലുണ്ടായിരുന്ന ആളുകൾക്ക് സംഭവിച്ചു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്.
KSRTCകളൊക്കെ തമ്മിൽ, കാരണം അത്രത്തോളം സ്പെഷ്യൽ ആയിട്ടുള്ള ഡ്രൈവർമാരെ സെലക്ട് ചെയ്ത് അത്രത്തോളം വാഹനം പരിശോധിച്ചൊക്കെ നടത്തേണ്ട യാത്രകളാണ് ഓരോ ദിവസവും. അത്രത്തോളം ജനങ്ങളാണ് വിശ്വസിച്ച് ആ വാഹനത്തിൽ കയറുന്നത്. പക്ഷേ ഇതൊക്കെ എന്ത് ഗതികേട് എന്നാണ് ചോദിക്കാൻ പറ്റുന്നത്. അതെ, കാര്യം സാധാരണക്കാരുടെ യാത്രാവാഹനമാണ് KSRTC, അല്ലാതെ പണക്കാരുടെ അല്ലല്ലോ. പണക്കാർക്കൊക്കെ 2 വീലറോ 4 വീലറോ ഒക്കെ സ്വകാര്യ വാഹനങ്ങൾ ഉണ്ടാക്കാം. പക്ഷെ സാധാരണക്കാര് ഒരിടത്ത് പോയി ജോലി ചെയ്ത് കുടുംബം പോറ്റേണ്ട ലേഡീസ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് KSRTC മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. പക്ഷെ ആ യാത്രാ സുരക്ഷ നടപ്പിലാക്കാൻ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിക്ക് സാധിച്ചിട്ടില്ല. അദ്ദേഹം KSRTCയുടെ വരുമാനത്തെ പറ്റി പറയുമ്പോൾ അതിന് ഇരട്ടിയായിട്ട്, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, 2004-2005 അദ്ദേഹം ഗതാഗത മന്ത്രി ആയിരുന്നപ്പോൾ നമ്മുടെ കുമാരനാശാൻ സ്ക്വയർ, അത് മംഗലപുരം പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ വെച്ചിട്ട് ഒരു KSRTC ഓർഡിനറി ബസ്സിനെ വേറൊരു ഫാസ്റ്റ് ഓവർടേക്ക് ചെയ്യുന്നു, വടക്കോട്ട് പോകുന്ന ബസ്സിനെ. അതിനെ മൂന്നാമതൊരു ബസ് ഈ 2 ബസ്സിനെ ഓവർടേക്ക് ചെയ്തിട്ട് ദിവസക്കൂലിക്ക് പോയി ജോലി ചെയ്ത് തിരിച്ചു വന്ന 3 പേരുടെ ശരീരത്തേക്ക് ഈ ബസ് കയറി ഇറങ്ങി അവരുടെ ശരീരം ഛിന്ന ഭിന്നമായി പോയി. അപ്പൊ ഞാൻ തിരുവനന്തപുരത്ത് റോഡ് സേഫ്റ്റിയുടെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് എന്റെ നാട്ടിലേക്ക് പോവുമായിരുന്നു. ഞാൻ അപ്പൊ തന്നെ വണ്ടി അവിടെ നിർത്തി നാട്ടുകാരെയൊക്കെ വിളിച്ചു. അപ്പോ ഇതിന് മന്ത്രിയെ നേരിട്ടൊന്ന് കാണാമെന്ന് വെച്ചിട്ട് ഞാൻ നേരെ തിരുവനന്തപുരത്തേക്ക് പോയി. അന്ന് യശസ്വരീനായ ശ്രീ PRS പിള്ളയുടെ വൈഫ് ഈ വിവരം ഞാൻ പറഞ്ഞപ്പം എന്റെ കൂടെ വരാമെന്ന് പറഞ്ഞു. ഞാനും മാഡം PRS പിള്ളയായിട്ട് KSRTCയുടെ ഈ ആക്സിഡന്റ് കാര്യം ഞാൻ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി അന്ന് ഗണേഷ് കുമാർ ആയിരുന്നു, അദ്ദേഹത്തിന് ഞങ്ങൾ 2 പേരും കൂടെ പറഞ്ഞു, ഇത്രേ പറഞ്ഞുള്ളൂ, നിങ്ങൾ അപകടം തടയണം. കൂടാതെ ഈ മരിച്ചുപോയ വ്യക്തികൾക്ക് ദിവസക്കൂലിക്കാരാണ്. കാര്യം അവര് ഈ അപകടത്തിൽപ്പെട്ടവർ അവരുടെ കുഞ്ഞുങ്ങൾക്ക് അരിയും മറ്റും മേടിച്ച് ബാഗിൽ കൊണ്ടു നടക്കുമ്പോഴാണ് ഈ അപകടം ഉണ്ടായത്. അപ്പോ അറ്റ്ലീസ്റ്റ് ഒരു 10,000 രൂപയെങ്കിലും ഓരോരുത്തരുടെയും വീട്ടിൽ എത്തിക്കണം എന്ന് പറഞ്ഞിട്ട് മന്ത്രി എന്നോട് പറഞ്ഞ വാക്ക്, ഞങ്ങളോട് പറഞ്ഞത്, KSRTC ദിവസവും 2 പേരെ വെച്ച് കൊന്നുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ ഓരോരുത്തരുടെയും വീട്ടിൽ പോകാനാണെങ്കിൽ പിന്നെ അതിന് സമയം കാണുള്ളൂ എന്നാണ് ഈ മന്ത്രി പറഞ്ഞത്. ഇന്നും ആ 2 പേര് ദിവസവും മരിക്കുന്നുള്ളത് സത്യമാണ്. അദ്ദേഹം അതിനെപ്പറ്റി ആ ഏരിയയിലേക്ക് അദ്ദേഹം ഫോക്കസ് ചെയ്യാത്തത് ദൗർഭാഗ്യം എന്നേ പറയാൻ പറ്റുള്ളൂ. കാര്യം നമുക്ക് KSRTCയിൽ പോലും വിശ്വസിച്ച് പോകാൻ പറ്റില്ല. ഇന്നത്തെ അപകടങ്ങളിൽ എല്ലാ അപകടങ്ങളിലും KSRTC പങ്ക് വലുതാണ്. അപ്പൊ ഞാൻ എന്റെ ഭാഗത്തുനിന്ന് ഞാൻ അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ടായിരുന്നു, അത് നിന്നുപോയി. കാര്യം ഈ ഡ്രൈവർമാർ നല്ല ഡ്രൈവർമാരാണ് KSRTCയുടെ ഭൂരിഭാഗവും. അവരുടെ സ്ട്രെസ് ലെവൽ കൂടുതലാണ്, അവരുടെ വർക്കിംഗ് ഹവേഴ്സ് കൂടുതലാണ്, വാഹനങ്ങളുടെ റോഡ് വർത്തി കണ്ടീഷൻ മോശമാണ്. അതെല്ലാം റെക്ടിഫൈ ചെയ്യാൻ ബഹുമാനപ്പെട്ട മന്ത്രി ഇടപെടണം. ഇങ്ങനെ ആളെ കൊല്ലി ബസ്സായിട്ട് KSRTC മാറരുന്നൊരു അപേക്ഷയുണ്ട്. കാര്യം നമ്മൾ KSRTC ഇഷ്ടപ്പെടുന്ന ഒരു ഗ്രൂപ്പിലെ ആളാണ് ഞാൻ. തൃശ്ശൂർ മണ്ണൂത്തിയും അതെ, 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ചതിൽ ഒന്ന് KSRTC ആണ്. പെട്ടി ഓട്ടോറിക്ഷയും കാറും കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. ഇതിലും പരിക്കേറ്റ് ആളുകൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആ ബസ്സിന്റെ പിൻഭാഗമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയം തോന്നും. കാറാണെങ്കിൽ പൂർണ്ണമായി തകർന്നിട്ടുമുണ്ട്. അപ്പോൾ ഈ KSRTCയുടെ പൊതുവെ നമ്മൾ പറയുന്ന കാര്യമുണ്ട്, പക്ഷേ ഈ 3 വാഹനങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടിയിടിക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ് സാർ? കാരണം ഈ ഡ്രൈവർമാർ എല്ലാവർക്കും അവരുടെ വാഹനങ്ങൾ മുന്നിലും പിറകിലും ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനെയൊക്കെ ഓവർടേക്ക് ചെയ്തോ അല്ലെങ്കിൽ അതിനെയൊക്കെ നിയന്ത്രിച്ച് വാഹനം ഓടിക്കാൻ പറ്റുന്ന ആളുകൾ തന്നെയല്ലേ, അങ്ങനെയൊക്കെ തന്നെയല്ലേ ലൈസൻസ് നൽകുക? അതെ, കാര്യം നമ്മുടെ താങ്കളുടെ ഈ ചാനലിൽ കൂടെ ഞാൻ പല പ്രാവശ്യം ആവശ്യപ്പെട്ടതാണ്. ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണം, വാഹനങ്ങൾ ഓടിക്കുന്നവർ മുന്നേ പോകുന്ന വാഹനമായിട്ട് ഒരു സേഫ് ഡിസ്റ്റൻസ് നമ്മൾ കീപ്പ് ചെയ്യണം. ഏകദേശം മിനിമം 10 മീറ്റർ, അതായത് നമ്മൾ ബ്രേക്ക് ചവിട്ടിയാൽ, അതായത് ഫുഡ് ബ്രേക്ക് അമർത്തിയാൽ ആ വാഹനം നിൽക്കുന്നതിന് ഏകദേശം 25 അടി മുന്നേ പോയേ നിൽക്കുള്ളൂ. അതാണ് ഞാൻ 10 മീറ്റർ എന്ന് പറഞ്ഞത്. അപ്പോൾ ആ 10 മീറ്റർ ഗ്യാപ്പ് വെച്ചിട്ടാണ് ഒരു വാഹനവും മറ്റൊരു വാഹനവും ദേശീയപാതകളിലൂടെ ഓടേണ്ടത്. കാര്യം ദേശീയപാതകളിലെല്ലാം തന്നെ മൾട്ടി ലൈൻ ട്രാഫിക് ആണ്. അവിടെ 100 കിലോമീറ്റർ വേഗത്തിൽ പോകാൻ കാറുകൾക്ക് അനുവാദവും അവകാശമുണ്ട്. അതേസമയം KSRTC മറ്റും 80-ലാണ് അതിന്റെ സ്പീഡ് ബ്ലോക്ക് ചെയ്തേക്കുന്നത്. അപ്പൊ ആ 80 കിലോമീറ്റർ പോകുന്ന വാഹനമായാലും 10 മീറ്റർ എങ്കിലും മറ്റൊരു വാഹനമായിട്ടുള്ള സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാതെ ഓടിക്കുമ്പോൾ മുന്നേ പോകുന്ന വാഹനം, പ്രത്യേകിച്ച് KSRTC ബസ്സുകളുടെ പലതിന്റെയും ബ്രേക്ക് ലൈറ്റുകൾ കത്തില്ല. അല്ലെങ്കിൽ ആളെ ഇറക്കാൻ വേണ്ടി
ബസ് ബേകൾ ഇല്ലാത്ത സ്ഥലത്ത് റോഡിന്റെ ഒത്ത നടുക്ക് അവർ നിർത്തും. അത് കണക്ക് കൂട്ടിക്കൊണ്ട് വേണം ഫോളോ ചെയ്യുന്ന വാഹനങ്ങൾ അകലം പാലിച്ച് മാറിപ്പോകണം. ഈ മണ്ണുത്തി റോഡെന്ന് പറഞ്ഞാൽ വലിയ വൈഡായിട്ട് ഇപ്പൊ പുതുതായിട്ടുണ്ടാക്കിയ റോഡാണ്. അപ്പൊ അപകടങ്ങൾ ഉണ്ടാകുന്നത് വാഹനങ്ങൾ ഓടിക്കുന്നവരുടെ തെറ്റാണ്. കാര്യം അവര് പലപ്പോഴും സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നില്ല. യാത്രക്കാര് KSRTCയുടെ ബസ് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, നമ്മുടെ നിത്യയുള്ള ആവശ്യങ്ങൾക്ക് നമ്മൾ ഉപകരിക്കുന്ന ബസ്സാണ്. ദയവ് ചെയ്ത് KSRTC പ്രത്യേകം ശ്രദ്ധിക്കണം. ബ്രേക്ക് ലൈറ്റുകൾ ഘടിപ്പിക്കണം. പിന്നിന്ന് വരുന്ന വാഹനത്തെ ഡ്രൈവർ ശ്രദ്ധിച്ച് ഒതുക്കി നിർത്തണം. അങ്ങനെ മറ്റു വാഹനങ്ങളും KSRTC അല്പം അകലം പാലിച്ചാൽ നമുക്ക് അപകടങ്ങൾ ഇല്ലാതെ രക്ഷപ്പെടാൻ പറ്റും. കാര്യം ഈ ഇത്രത്തോളം റോഡ് അപകടങ്ങൾ 10,000-4,000 സർവീസ് നടത്തുന്ന KSRTC ഉണ്ടാക്കുന്നത് വലിയ ഗുരുതരമായ ഒരു പ്രശ്നമാണ്. ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി ഇത് കേൾക്കണം. ഇതിനുവേണ്ട നടപടികൾ നടത്തണം. MVDയെ കൊണ്ടൊരു എൻഫോഴ്സ്മെന്റ് ഗ്രൂപ്പിനെ പൊതുനിരത്തിൽ ഇറക്കണം. തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് പിടിക്കണം. സർ, തീർച്ചയായും ഈ പറഞ്ഞതുപോലെ തന്നെ ഈ അപകടങ്ങളുടെ ഇപ്പോൾ നമ്മൾ നടന്നിരിക്കുന്ന അപകടങ്ങളെ കുറിച്ചുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ഇതിന്റെയൊക്കെ പൊതുവായിട്ടുള്ള ഒരു കാര്യം റോഡ് തന്നെയല്ലേ പ്രധാന ഒരു വില്ലൻ എന്ന് പറയുന്നത്. റോഡുമായി ബന്ധപ്പെട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന പരിസര പ്രദേശങ്ങളൊക്കെ ഇതിൽ വലിയൊരു വില്ലൻ വേഷം അണിയുന്നുണ്ട്. അതുമാത്രമല്ല, ഓരോ ഡ്രൈവർമാരും അവരുടെ സ്വയരക്ഷയ്ക്ക് അവർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ മാത്രമല്ല, ചുറ്റുമുള്ളവരെ കുറിച്ചും കൂടെ ചിന്തിച്ച് വേണ്ടേ ഓരോരുത്തർ വാഹനം ഓടിക്കാൻ വേണ്ടി. പിന്നെ ഈ അപകടത്തിൽപ്പെട്ട വാഹനങ്ങളൊക്കെ റോഡിൽ തന്നെ നിർത്തിയിടുന്നതും വലിയൊരു ഗതികേട് തന്നെയല്ലേ? അതെ, താങ്കൾ പറഞ്ഞ വലിയൊരു നല്ല പോയിന്റാണ്. കാര്യം ഡ്രൈവിംഗ് സ്കൂളിൽ നിന്നാണ് ഇത് തുടങ്ങേണ്ടത്. ഈ ഡ്രൈവിംഗ് ഞാൻ ഈ പറഞ്ഞ സേഫ് ഡിസ്റ്റൻസ് എത്ര മീറ്റർ കീപ്പ് ചെയ്യണമെന്നും ലെയിൻ ഡിസിപ്ലിൻ എന്താണ്. ഇപ്പൊ ഈ പറഞ്ഞ മണ്ണുത്തി റോഡൊക്കെ എന്ന് വെച്ചാൽ മൾട്ടി ലൈൻ ട്രാഫിക് ആണ്. ചിലടത്ത് 4 വരിയാണ്, ചിലടത്ത് 6 വരി പാതയുണ്ട്. അപ്പൊ ഈ ബസ്സുകളും മറ്റും ഇടതുവശം പോകണം. അത് സർവീസ് റോഡ്, ഓർഡിനറി ബസ്സുകളാണെങ്കിൽ സർവീസ് റോഡെയാണ് അത് പോകേണ്ടത്. പലപ്പോഴും സർവീസ് റോഡേ പോകാതെ മെയിൻ കാരേജിലൂടെ പോകും. പിന്നെ പല കാറുകളും ലോറികളും എല്ലാം തന്നെ റോങ് ലൈൻ, അതായത് നമ്മൾ ഓവർടേക്ക് ചെയ്യേണ്ട ലൈനിൽ കൂടെയാണ് പോകുന്നത്. സമയമുണ്ടെങ്കിൽ ഞാൻ വിശദമായിട്ട് പറയാം. കാര്യം മൾട്ടി ലൈൻ ട്രാഫിക്കിലെ 4 വരി പാത എടുക്കുകയാണെങ്കിൽ 4 വരി പാതയുടെ മെയിൻ കാരിയറിൽ ഏറ്റവും ലെഫ്റ്റിലുള്ളത് 1.5 മീറ്റർ വീതി ബൈക്ക് ഓടിക്കാനുള്ള 2 വീലർ ലൈനാണ്. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ വാഹനങ്ങളും പോകേണ്ടത് ലൈൻ നമ്പർ 1-ലൂടെയാണ്. ഓവർടേക്ക് ചെയ്യാൻ മാത്രമാണ് നമ്മൾ ഫാസ്റ്റ് ലൈനിലേക്ക് കയറുക, ഓവർടേക്ക് ചെയ്യുക, തിരിച്ച് വീണ്ടും ഫസ്റ്റ് ലൈനിലേക്ക് വരണം. അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ഫാസ്റ്റ് ലൈനിലൂടെ പോകുമ്പോഴാണ് ഇത്തരം ഒരു അപകടം ഉണ്ടായാൽ ഉള്ള ബുദ്ധിമുട്ട്, അപകടം, മരണം, പരിക്ക്. അതുകൂടാതെ അത്യാവശ്യക്കാരനൊരു സ്ഥലത്തേക്ക് പോകാൻ പറ്റാത്ത രീതിയിലേക്ക് 1-2 മണിക്കൂർ ഗതാഗത കുരുക്കുണ്ടാകുന്നുണ്ട്. അതാരും പറയുന്നില്ല. അതുമൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് വളരെ വലുതാണ്. കാര്യം അത്യാവശ്യക്കാരന് ആശുപത്രിയിലോ എയർപോർട്ടിലോ പോകാൻ സാധിക്കുന്നില്ല നമ്മുടെ നാട്ടില്. അപ്പൊ അപകടങ്ങൾ കുറച്ചേ മതിയാവൂ. അതിന് അധികാരവർഗം, പോലീസായാലും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ആയാലും മന്ത്രിമാരായാലും ഇതിനു വേണ്ടി ഒന്ന് ഇനിയിപ്പോ ഇലക്ഷൻ വരാൻ പോവാണ്. പെർഫോമൻസ് റേറ്റ് ആൾക്കാർ മനസ്സിലാക്കുന്നത് റോഡ് സേഫ്റ്റിയിലെ ഗതാഗത മന്ത്രി എന്തെല്ലാം ചെയ്തു എന്നൊക്കെ ജനങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ദയവ് ചെയ്ത് വാഹനങ്ങൾ ഓടിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഈ മൾട്ടി ലൈൻ ട്രാഫിക്കിലെ എക്സ്ട്രീം ലെഫ്റ്റിൽ കൂടെ പോകേണ്ടത് ബൈക്കുകളാണ്, സ്കൂട്ടറുകളാണ്. അല്ലാതെ അവിടെ വാഹനങ്ങൾ മെയിൻ കാരേജ് വേയിലെ മിക്സഡ് ട്രാഫിക്കിലൂടെ പോകരുത്. നിങ്ങൾ മറിഞ്ഞു വീഴും. പിന്നീന്ന് വരുന്ന ലോറിയോ ബസ്സോ കയറി ഇറങ്ങി നിങ്ങളുടെ മരണം സംഭവിക്കും. അപ്പൊ ലെഫ്റ്റിൽ കൂടെ പോവുക. കൂടാതെ ലൈൻ നമ്പർ 1, ആ ലൈനിൽ കൂടെ മാത്രം എല്ലാ വാഹനങ്ങളും പോകണം. ഓവർടേക്ക് ചെയ്യാൻ മാത്രമാണ് നിങ്ങൾ ഫാസ്റ്റ് ലൈനിലൂടെ ഓടേണ്ടത്. ഓടി കഴിഞ്ഞിട്ട് തിരിച്ചു വരണം. പിന്നെ രാത്രിയിലെ അപകടങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കാരണം, ഒട്ടുമിക്ക വാഹനങ്ങളും ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യില്ല. നേരെ ഇരുട്ടിയാലും അവർ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യില്ല. എന്താണെന്ന് അറിയില്ല. അതിന് നമുക്ക് തേയ്മാനമൊന്നും വരുന്നതല്ലല്ലോ. ഹെഡ്ലൈറ്റ് ഓൺ ചെയ്ത് ഓടിക്കുക. അപ്പൊ ലൈറ്റ് എന്ന് പറയുന്നത് സേഫ്റ്റിയുടെ ഒന്നാമത്തെ ഒരു കാര്യമാണ്. സുരക്ഷയുടെ ആദ്യ പാഠം വെച്ചാൽ വെളിച്ചം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ 6:30 മണി ആവുമ്പോഴേക്കും സന്ധ്യ ആവുന്നതിന് മുമ്പ് തന്നെ ലൈറ്റ് ഇട്ട് ഓടിക്കുകയാണെങ്കിൽ അത്രയും സേഫ്റ്റി ഉണ്ടാകും. കാര്യം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്നത് സന്ധ്യാസമയത്താണ്. അപ്പോ പ്രായമുള്ള ആൾക്കാർക്കും മറ്റും റോഡിലൂടെ മുറിച്ച് കാണാൻ പറ്റാത്തത് ലൈറ്റ് ഇല്ലാതെ വരുന്ന ബൈക്കുകള്, കാറുകള്, ലോറികള്, ബസ്സുകള്. KSRTC പോലും ഹെഡ്ലൈറ്റ് പ്രോപ്പർ സമയത്ത് ഇടുന്നില്ല. അവർ ഇടേണ്ടതാണ്. കാര്യം അവര് റോഡിലെ രാജാക്കന്മാരാണ്. അവർക്ക് ഏറ്റവും കൂടുതൽ റണ്ണിങ് എക്സ്പീരിയൻസ് ഉണ്ട്. തീർച്ചയായും വളരെയധികം നന്ദി സാർ, ഈ വിലപ്പെട്ട സമയം നമ്മോടൊപ്പം ചെലവഴിച്ചില്ല. എന്തായാലും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട ഓരോ ദിനം അനുദിനം വർദ്ധിച്ചു വരുന്ന അപകടങ്ങൾക്ക് ഓരോ സൊല്യൂഷൻ ഉണ്ട്. പക്ഷേ അതൊന്നും കൃത്യസമയത്ത് നടപ്പിലാക്കുന്നില്ല എന്ന് തന്നെയാണ് മറ്റൊരു ദിവസം ഇതേ തരത്തിലുള്ള അപകടങ്ങൾ വീണ്ടും ആവർത്തിക്കാൻ കാരണമാകുന്നത്.
ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.